ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ. IPL 18ാം സീസണിൽ ശരിക്കും പറഞ്ഞാൽ ദൗർഭാഗ്യകരമായ ഒരു സീസൺ തന്നെയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റേത്. IPL കിരീടം 5 തവണ ഉയർത്തിയ CSK പക്ഷേ ഇത്തവണ ഒരുപക്ഷെ തങ്ങളുടെ IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു വളരെ മോശം സീസണിലൂടെയായിരുന്നു കടന്ന് പോയത്. സീസണിൽ അവസാന സ്ഥാനത്തായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് ഫിനിഷ് ചെയ്തത്. 14 മത്സരങ്ങളിൽ നിന്ന് 4 വിജയം മാത്രമായിരുന്നു CSKക്ക് നേടാൻ സാധിച്ചത്. അപ്പോൾ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ സ്കോഡിൽ വലിയ മാറ്റങ്ങൾക്ക് തന്നെയാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ പുതിയൊരു ക്യാപ്റ്റനെ കൂടി ചെന്നൈ കൊണ്ടുവരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ റോയൽസിൻ്റെ അടുത്ത സീസണിലേക്കുള്ള ഒരു പ്ലാനിംഗ് വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ IPL 2026 സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയൊക്കെ ആയിരിക്കും, മിനി ഓപ്ഷനിൽ അവർ ഏതൊക്കെ താരങ്ങളെ നിലനിർത്തും, അതോടൊപ്പം തന്നെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അവർ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നൊക്കെ ഒരു CSK ഒരു കംപ്ലീറ്റ് ഓപ്ഷൻ പ്ലാനിംഗ് വീഡിയോ ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. തുടക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു IPL സീസൺ ശരിക്കും പറഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് തങ്ങളുടെ IPL ചരിത്രത്തിൽ വളരെ മോശം ഒരു സീസൺ തന്നെയാണ് കടന്നു പോയതും. 5 തവണ IPL കിരീടമുയർത്തിയ മുൻ ചാമ്പ്യന്മാർ പക്ഷേ ഇത്തവണ 14 മത്സരങ്ങളിൽ 4 വിജയവുമായി പോയിന്റ് ടേബിളിൻ്റെ 10ാം സ്ഥാനത്താണ് സീസൺ അവസാനിപ്പിച്ചത്. ഈ സീസണിൽ ശരിക്കും പറഞ്ഞാൽ CSK തളർത്തിയ പ്രധാനപ്പെട്ട ഒരു പോരായ്മ അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയായിരുന്നു. പേരുകേട്ട ഒരുപാട് മികച്ച താരങ്ങളെ കൊണ്ടുവന്നിട്ട് പോലും തങ്ങളുടെ ബാറ്റിങ്ങിലെ ആ ഒരു ശോകം അല്ലെങ്കിൽ ശോചനീയമായ പ്രകടനം ഇത്തവണ CSKക്ക് മാറ്റാൻ സാധിച്ചില്ല. അതിനിടയിൽ തന്നെ ക്യാപ്റ്റന് പരിക്കേറ്റ് പുറത്താവുകയും പിന്നീട് സ്റ്റാൻഡിംഗ് ക്യാപ്റ്റനായിട്ട് അവരുടെ പഴയ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള മഹേന്ദ്ര സിംഗ് ധോണി തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ ഒരു 10ാം സ്ഥാനത്ത് നിന്ന് ഒരു പടിയെങ്കിലും മുകളിലോട്ട് പോകാൻ CSKക്ക് സാധിച്ചില്ലെന്നത് വളരെ ശ്രദ്ധേയമായിട്ടൊരു ഫാക്റ്റ് തന്നെയാണ്. ഈ സീസണിൽ ശരിക്കും ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി അല്പമെങ്കിലും മികച്ച പ്രകടനം പുറത്തെടുത്തത് യുവതാരം ആയുഷ് മാത്രം. നമുക്കറിയാം, ഋതുരാജ് ഗേക്കോദിന് പരിക്കേറ്റ് പുറത്തായപ്പോൾ പാതി വഴിയിൽ ടീമിൻ്റെ ആ ഒരു ലെവലിലേക്ക് സ്ഥാനം കിട്ടിയ താരമാണ് ആയുഷ് മാത്രം. യുവതാരം ഈ സീസൺ വളരെ മികച്ച പ്രകടനമായിരുന്നു CSKക്ക് വേണ്ടി നടത്തിയത്. അതോടൊപ്പം തന്നെ റീപ്ലേസ്മെൻ്റ് വന്ന സൗത്ത് ആഫ്രിക്കൻ ബാറ്റർ ഡെവാൾഡ് ബ്രോയ്സും ചെന്നൈയുടെ അവസാന മത്സരങ്ങളിലെ മികച്ച പ്രകടനത്തിന് മാറ്റുകൂട്ടിയിട്ടുണ്ട്. ഈ സീസണിൽ ചെന്നൈക്ക് വേണ്ടി കൂടുതൽ റൺസ് നേടിയത് അവരുടെ മിഡിൽ ഓർഡർ ബാറ്ററായിട്ടുള്ള ശിവം ഡൂബയാണ്. ഡെവൻ കോൺവേ, രജിൻ രവീന്ദ്ര, ഋതുരാജ് ഗേക്കോ അടക്കമുള്ള വലിയ മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് വേണ്ടി ഈ സീസണിൽ കൂടുതൽ റൺസ് നേടിയത് അവരുടെ മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന ഒരു പാർട്ട് ടൈം ഓൾറൗണ്ടർ കൂടിയുള്ള ശിവം ഡൂബയാണ്. 357 റൺസാണ് താരം നേടിയത്. കൂടുതൽ വിക്കറ്റുകൾ നേടിയത് അഫ്ഗാനിസ്ഥാൻ്റെ യുവതാരം നൂർ അഹമ്മദ് 24 വിക്കറ്റുകൾ. പിന്നെ അവർക്ക് വേണ്ടി ഏറ്റവും മികച്ച വ്യക്തിഗത പ്രകടനം അത് യുവതാരം ആയുഷ് മാത്രമാണ്. ബംഗളൂരുവിനെതിരെ 48 പന്തിൽ പുറത്താവാതെ 94 റൺസ് താരം നേടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ ഡെവാൾഡ് ബ്രോയ്സ് സീസണിൻ്റെ പകുതിയിൽ ടീമിലേക്ക് എത്തുകയും പിന്നീടുള്ള മത്സരങ്ങളിൽ വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്ത പ്ലെയറാണ് സൗത്ത് ആഫ്രിക്കയുടെ ജൂനിയർ എബിഡി എന്ന് വിശേഷിപ്പിക്കുന്ന ഡെവാൾഡ് ബ്രോയ്സ്. ഇനി CSKയുടെ ഈ സീസണിലെ ഉയർന്ന ടീം ടോട്ടൽ എന്ന് പറയുന്നത് ഗുജറാത്തിനെതിരെ നേടിയ 230 5 വിക്കറ്റ് നഷ്ടത്തിൽ നേടി 230 റൺസ്. അതും സീസണിലെ അവസാന പോരാട്ടത്തിൽ നേടിയ ആ ഒരു റൺസാണ് CSKയുടെ GTക്കെതിരെ നേടിയത്. ഇനി സീസണിലെ ചെന്നൈയുടെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം നൂർ അഹമ്മദിനാണ്. മുംബൈക്കെതിരെ 18 റൺസ് മാത്രമാണെങ്കിൽ 4 വിക്കറ്റുകൾ നേടിയതായിരുന്നു ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം. ഇനി നമുക്ക് അടുത്ത സീസണിലേക്ക് പോകാം. അതായത് IPL 2026 ചെന്നൈ സൂപ്പർ കിങ്സ് ഏതൊക്കെ മാറ്റങ്ങൾക്കാണ് വഴി തുറക്കാൻ പോകുന്നത്. പ്രധാനമായും നോക്കാൻ പോകുന്നത് ക്യാപ്റ്റൻസിൽ ഒരു പക്ഷേ CSK വലിയൊരു മാറ്റം തന്നെ നടത്തിയേക്കും. കാരണം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മറ്റ് ടീമുകളിൽ നിന്ന് പരിചയസമ്പന്നമായിട്ടുള്ള പ്ലെയേഴ്സിനെ ട്രേഡ് ചെയ്ത് കൊണ്ടുവരാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ കുറച്ച് സീസണുകളെ ഋതുരാജ് ഗേക്കോ അതിൻ്റെ ക്യാപ്റ്റൻസിലാണ് CSK IPL അണിനിരക്കുന്നത്. പക്ഷേ അത്ര മികച്ച പ്രകടനമല്ല കഴിഞ്ഞ കുറച്ച് സീസണുകളായി ചെന്നൈക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ഈ സീസണിലാകട്ടെ ഇടയ്ക്ക് വെച്ച് പരിക്കേറ്റ് ടൂർണമെൻറ്റിൽ പകുതിയിലധികം മത്സരങ്ങളും ക്യാപ്റ്റന് നഷ്ടമായപ്പോൾ സ്റ്റാൻഡിംഗ് ക്യാപ്റ്റൻ MSD ആയിരുന്നു CSKയുടെ ചാർജ് എടുത്തത്. എന്നാൽ അടുത്ത സീസണിൽ ഒരു ബെറ്റർ ക്യാപ്റ്റനെ കൊണ്ടുവരാൻ ചെന്നൈ ശ്രമങ്ങൾ നടത്തിയേക്കും. തങ്ങളുടെ ഈ ഒരു പരിതാപകരമായ പ്രകടനത്തിന് അവസാനം കുറിക്കാൻ ഒരു മികച്ച ക്യാപ്റ്റനെ ചെന്നൈ പ്രധാനമായും അടുത്ത മിനി ഓപ്ഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ട്രേഡ് വിൻഡോയിൽ അവർ ശ്രമിക്കാൻ തന്നെയാണ് സാധ്യത. ഇനി CSK നിലനിർത്തിയേക്കാവുന്ന ഒരു 8 താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. മഹേന്ദ്ര സിംഗ് ധോണി, യുവതാരം ആയുഷ് മാത്ര, ഡെവാൾഡ് ബ്രോയ്സ്, നൂർ അഹമ്മദ് എന്നിവരെ എന്തായാലും CSK വിട്ട് കളയില്ല. അതോടൊപ്പം തന്നെ ശിവൻ ഡൂബെ, പിന്നെ സീസണിൽ ചെന്നൈക്ക് വേണ്ടി അവസാന മത്സരങ്ങളിൽ മികച്ച ബോളിംഗ് പ്രകടനം പുറത്തെടുത്ത യുവതാരം അൻഷുൽ കംബോജ്, പിന്നെ നിലവിലത്തെ ക്യാപ്റ്റനായിട്ടുള്ള ഋതുരാജ് ഗേക്വാദിനും ചെന്നൈ കൈവിട്ടേക്കില്ല. അതോടൊപ്പം തന്നെ അവസാന ഒരു പക്ഷേ മദീഷ പത്രാൻ അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജ എന്നിവരിൽ ഒരാളെ കൂടി CSK റീറ്റെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ഒരു പക്ഷേ 2 പേരെയും
റിലീസ് ചെയ്താലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഈ ഒരു സീസൺ വളരെ മോശം പ്രകടനമായിരുന്നു ഇരു താരങ്ങളും ചെന്നൈക്ക് വേണ്ടി കാഴ്ചവെച്ചത്. പ്രധാനമായും CSKക്ക് അടുത്ത സീസണിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് തങ്ങളുടെ ബാറ്റിംഗ് ആൻഡ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ബാറ്റിങ്ങിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡെവൺ കോൺവേ, രജിൻ രവീന്ദ്ര അടക്കമുള്ള വലിയ ഓവർസീസ് ബാറ്റേഴ്സ് ഉണ്ടായിട്ട് പോലും വളരെ ശോചനീയമായ പ്രകടനമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബാറ്റിംഗ് കോർ തവണ കാഴ്ചവെച്ചത്. അതിനാൽ തന്നെ അടുത്ത മിനി ഓപ്ഷനിൽ ബാറ്റിങ്ങിൽ ഒരു പിടി മികച്ച താരങ്ങൾ, അതിപ്പോൾ ഇന്ത്യൻ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ വിദേശ താരങ്ങളടക്കം CSK നോട്ടമിട്ടേക്കും. പിന്നെ തുടക്കത്തിൽ പറഞ്ഞ ക്യാപ്റ്റൻസിയിലും ഒരു പക്ഷേ ചെന്നൈ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. ബോളിങ്ങിലേക്ക് വരുവാണെങ്കിൽ വളരെ മോശം ബോളിംഗ് തന്നെയായിരുന്നു ഈ സീസണിൽ CSK കാഴ്ചവെച്ചത്. അല്പമെങ്കിലും എടുത്ത് പറയേണ്ട പ്രകടനം അത് നൂർ അഹമ്മദിൻ്റെത് മാത്രമായിരുന്നു. സ്പിന്നറായിട്ട് പോലും വളരെ മികച്ച ബോളിംഗ് ആയിരുന്നു ഈ സീസണിൽ നൂർ അഹമ്മദ് കാഴ്ചവെച്ചത്. സോ അതിനാൽ തന്നെ ബോളിങ്ങിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിയേക്കും. നിലവിലുള്ള സാം കറൻ അടക്കമുള്ള താരങ്ങൾ CSK വിട്ട് കളഞ്ഞേക്കും. ഇതൊക്കെയായിരിക്കും ചെന്നൈയുടെ അടുത്ത സീസണിലെ പ്രധാനപ്പെട്ട അവരുടെ സ്കോഡിൽ വരുത്തിയേക്കാവുന്ന മാറ്റങ്ങൾ. പ്രധാനമായും ഒരു ക്യാപ്റ്റനെ ഒരു പക്ഷേ CSK ഇത്തവണ കൊണ്ടുവന്നേക്കും. കാരണം ഇനിയും ഒരു ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ക്യാപ്റ്റൻസിയിൽ CSK അടുത്ത സീസണിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ മേ ബി എൻ്റെ അഭിപ്രായത്തിൽ അത്ര മികച്ചതായിരിക്കില്ല ആ ഒരു തീരുമാനം. സോ അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു ക്യാപ്റ്റനെ ചെന്നൈ കൊണ്ടുവന്നേക്കാൻ തന്നെയാണ് സാധ്യത. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.